നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുണ്ടല്ലോ ഒത്തിരി ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു ടൈപ്പ് സാരി, ടസറിൻ്റെ സാരിയാണ് കാണിക്കുന്നത് ഓഫർ റേറ്റിൽ. പക്ഷേ ഈ സാരീസ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ല. ഈ സ്റ്റഫിൽ വരുന്ന ടസർ സാരീസ് നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഹൈലി ഡിമാൻഡഡ് ആയിരുന്നു. അതുപോലെ ആൾക്കാർ അത് ഇനിയും കാണിക്കുന്ന എന്നാ, ഇനിയും ടസറിന്റെ വീഡിയോ വരുന്ന എന്നാ, ഇനി ടസറിന്റെ ഡിസ്കൗണ്ട് സെയിൽ വരുന്ന എന്നാന്ന് ഒത്തിരി ചോദിച്ചായിരുന്നു. ഇതെല്ലാം വളരെ ചുരുക്കമെണ്ണം മാത്രം, ഒരെണ്ണത്തിന് തന്നെ 2-3 പീസസ് ഉണ്ട്. ബാക്കി എല്ലാം സിംഗിൾ പീസസ് ആണ്. നല്ല ബഡ്ജറ്റ് റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നത്. നല്ല ബഡ്ജറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് റേറ്റിൽ. ഇത് 100% പ്യുവർ ടസർ അല്ല. പ്യുവർ ടസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, 4000, 5000, ഏറ്റവും കുറഞ്ഞ 4500 രൂപ അത്രയൊക്കെയാണ്. അതിൽ തന്നെ വ്യത്യാസമുണ്ട്. അങ്ങ് റേറ്റ് പോകും 10,000, 15,000, അങ്ങ് അതിന്റെ ക്വാളിറ്റി കൂടുന്തോറും റേറ്റ് കൂടി വരും. അത്രയും കൂടിയ സാരിയല്ല, എന്നാലും നല്ല ടസറിന്റെ റെപ്ലിക്ക ഫീൽ വരുന്ന നല്ല സാരീസ് അതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇതിപ്പോ വന്നിട്ട് ഒരു ഒനിയന്റെ നല്ലൊരു പേസ്റ്റൽ കളർ, ഈ കാണുന്ന ഭാഗം മുന്താണിയാണ്. എന്നിട്ട് ഇതിലേക്കൂടി ഒരു ഗോൾഡൻ സെറി എന്ന് പറയാം, പക്ഷെ ഭയങ്കര എടുത്തു നിൽക്കുന്നല്ല, നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിലുള്ള ഒരു സെറി. ഈ ഒരു കളറിൽ ഇവിടെ വരുമ്പോൾ ഇത് ഗോൾഡൻ തന്നെയാ ഫീൽ ചെയ്യുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കുഞ്ഞിത് കണ്ടോ, ഒരു കുഞ്ഞൊരു കോപ്പറിന്റെ ഒരു സെറിയും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഈ ടസറിന്റെ ആ ഒരു ഫീല് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ? നേരെ കാണുന്ന പോലെ തന്നെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടസർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റഫിന് കിട്ടുന്ന സ്റ്റാൻഡേർഡ്, അതിന് കിട്ടുന്ന ഒരു വാല്യൂ അത് ഭയങ്കരമാണ്. അതുകൊണ്ടാണ് ഈ സാരിക്ക് ധാരാളം ആൾക്കാർ. പിന്നത്ത് ഇത് 100% ടസർ അല്ല, സെമി ടസർ എന്ന് വേണേൽ പറയാം. 100% ടസർ അല്ലെങ്കിൽ സെമി ടസർ എന്ന് തന്നെ പറയാം. പക്ഷെ ടസറിൽ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഇത് തന്നെ. ഇതാണ് ഇതിന്റെ ബ്ലൗസ് ആയിട്ട് വരുന്ന സ്റ്റഫ് കണ്ടോ. ഇതുണ്ടല്ലോ, ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1699 ആണ്. ഇപ്പൊ നമ്മൾ ഡിസ്കൗണ്ടഡ് റേറ്റ് 999 ഉള്ളി, 999 മാത്രമേ ഉള്ളൂ ഇതിന്റെ റേറ്റ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വാങ്ങിച്ചു വെച്ചോ. ഇപ്പൊ ആ കാണിച്ച ഒനിയന് ഒരു പീസും കൂടെ ഉണ്ട്. ഇപ്പൊ ഈ ഗ്രീനാണെങ്കിൽ ഒറ്റ പീസേ ഉള്ളൂ, ഒരു പീസും കൂടെ ഇല്ല. നല്ല സാരിയാ, നല്ല ഭംഗി, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഉടുക്കാനായിട്ട് പറ്റുന്ന സാരി. ഇത് ഗ്രീൻ എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ. ആർക്കും ഇഷ്ടപ്പെടും. ഒരു ലീഫ് ഗ്രീൻ, ഒരു നല്ലൊരു ഗ്രീനാണേ. നല്ല ഭംഗിയാണ്, നല്ലൊരു പേസ്റ്റൽ കളറാണ്, നല്ലൊരു ഭംഗിയുള്ള ഗ്രീന്. എന്നിട്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു കോപ്പർ സെറിയും കൂടെ പോകുന്നുണ്ട്. സിംഗിൾ പീസേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള സാരിയാണ്. നല്ല ഇതിന് ശരിക്കും ഞാൻ പറഞ്ഞിട്ട് നല്ല പേളുമാല. ഇപ്പൊ ഇതിന് തന്നെ ഇതിന്റെ സെയിം ടോണിലുള്ള കളർ ടോണിലുള്ള ആണെങ്കിലും നല്ലതാ, അല്ലെങ്കിൽ വേറെ കോൺട്രാസ്റ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ നല്ലതാ. ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും ഫംഗ്ഷനൊക്കെ പോകാനോ ഇതിനൊക്കെ നല്ല. അടുത്തത് ഇത് വാടാമുല്ല കളർ. ഇത് വരുമ്പോ മുന്താണി പ്രിന്റ് അല്ല, വീവിങ് ആണ്. ബോഡിയിൽ ഇങ്ങനെ. പിന്നെ ഇതിന്റെ വാഷിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് ഫസ്റ്റ് വാഷ് നിങ്ങൾ കഴിയുന്നതും ഡ്രൈ വാഷിന് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ ഞാൻ എപ്പോഴും അങ്ങനെ പറയുള്ളൂ, നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടസറാണ്, അതിൻ്റെതായ സംഭവങ്ങൾ നമ്മൾ കൊടുക്കണം. ഇനി മറ്റൊരു മോഡല്, ഇതിന്റെ സിംഗിൾ പീസേ ഉള്ളൂ. ഈ ഒരു സാരിക്ക് അല്ല, ഒരു പീസും കൂടെ ഉണ്ട്. സിംഗിൾ പീസ് ഒരു പീസും കൂടെ ഉണ്ട് അല്ലേ, സെയിം അല്ലേ? ഇത് കണ്ടോ, ഇത് ടസർ ജൂട്ടാണ്. ടസർ തന്നെ എന്ന് പറയാൻ പറ്റത്തില്ല, ടസർ ജൂട്ടാണ്. ഇതിന്റെ മുന്താണി വരുമ്പോഴേ ഇങ്ങനെ വരും. ചെറിയൊരു ഗോൾഡൻ സെറി ഉണ്ട് കണ്ടോ, നല്ലൊരു ലുക്ക് തോന്നും. ഓവറല്ല, എന്നാൽ സിൽവർ സെറിയ കേട്ടോ, ഗോൾഡൻ സെറി അല്ല. പിന്നെ ഇത്തെ കൂടെ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു കറുത്ത ഒരു സാധനം പോകുന്നുണ്ട്. ഇത് ഇത്തലുള്ളതാ കേട്ടോ, ഇത് വന്ന കാലം തൊട്ടേ ഇങ്ങനെ പ്രിന്റ് ഉള്ളതാ. അതിന്റെ ഒരു ഇതുപോലെ ചെയ്തിരിക്കുന്ന. ചിലരൊക്കെ ഈ മൈക്രോസ്കോപ്പിക്കായി വെച്ച് നോക്കുമ്പം ചിലയിടത്തെ അതുള്ളല്ലോ എന്ന് പറയരുത്, എല്ലായിടത്തും ഉണ്ട്. അത് നിങ്ങൾക്ക് മുന്താണിയിലോട്ട് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു സൈസ് കളറിലുള്ള ഒരു വീവിങ്, അത് ആ വീവിങ് ഉള്ളതാ കേട്ടോ. എന്നാന്നുള്ള ഒരു ബേജ് കളറിലുള്ള ഒരു വീവിങ്. ഇത് ടസർ ജൂട്ട് കേട്ടോ. ഇതിന്റെ ഒരു 2 പീസ് ഉണ്ട്. ഈ കളറടുപ്പല്ല ഇതിന്. ടസറിന് എപ്പോഴും കളറെടുപ്പിനെ കഴിഞ്ഞും കളറെടുപ്പല്ല ടസറിന്റെ സ്റ്റഫിനാണ് വില മുഴുവൻ. നമ്മൾ ആ ഒരു മെറ്റീരിയലിനാണ് നമ്മൾ വില കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതും ടസർ ജൂട്ടാണ്. ഇതിന്റെ കളർ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മെറൂണോ പീച്ചോ
അങ്ങനെയൊക്കെ കൂടെ മെറൂണും ബീച്ചും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഇത്. ആ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കളർ ഷെയ്ഡ്. സബ്ജക്റ്റ് ഈ ബ്ലൗസ് ചോദിച്ചില്ല, ബ്ലൗസ് കാണിച്ചില്ല അല്ലേ? ബ്ലൗസ് ഇതാണേ, ഇതാട്ടോ ബ്ലൗസ്. ഈ കാണുന്ന ലൈൻസ് പോകുന്നതാണ് ബ്ലൗസ്. അത് ഇതിന് മുമ്പിലത്തേനെ കാണിച്ചതിൻ്റെ ഇത് തന്നെയാണ് ബ്ലൗസ്. ലൈൻസ്, ഒരു ബ്ലൗസേ കൂടെ ഒരു ലൈൻസ് ഉണ്ട്. കയ്യിലൊരു സെറിയും കൂടെ വെച്ച് കഴിഞ്ഞ് ഗോൾഡൻ സെറി, സിൽവർ സെറിയും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. എപ്പോഴും ഓർത്തോളുക, ഇത് സാരിക്ക് നിങ്ങൾ മടക്കി വെച്ചേക്കുന്ന ആ സാരി കാണുന്നതല്ല, ഇത് ശരീരത്ത് വിയർ ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ലുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഇതിന് ഒരു ഗോൾഡ് സിൽവർ സെറി ഉണ്ടല്ലോ, അപ്പൊ അതിന് ചേരുന്ന പേളുമാലയൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാകും. ഇത് അടുത്തത് ലാവണ്ടർ. ഇതില് ഫുള്ള് വീവിങ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് ഒറ്റ പീസേ ഉള്ളൂ, കണ്ടോ? ഒറ്റ പീസേ ഉള്ളൂ. മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ, ബോഡിയല്ല ഇങ്ങനെ ലൈൻസ് വരും, കണ്ടോ? മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ വരും. ഇതാണ് മുന്താണിയുടെ ഭാഗവേ. ഇങ്ങനെ വെച്ച് ഒരു അതിരി വെച്ച് തിരിച്ചിരിക്കുക. ബോഡി ഫുൾ ഇങ്ങനെ. ഇത് വീവിങ് ആണ് ഈ കാണുന്നത്. ബ്ലൗസ് പ്ലെയിൻ. ഞാൻ ഓർത്തതേ ഉള്ളൂ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും, കാരണം ബോഡിയെ ഫുള്ള് വരെ ഇങ്ങനെയുള്ളതുകൊണ്ട് ബ്ലൗസ് എപ്പോഴും പ്ലെയിൻ ആകാനാണ് ചാൻസ്. സ്റ്റഫെന്ന് പറഞ്ഞാൽ പിന്നെ സൂക്ഷിക്കണം കേട്ടോ. വില നിങ്ങൾക്ക് വെറും 999 രൂപയ്ക്ക് കിട്ടുമ്പം ആ വിലയ്ക്ക് കിട്ടുന്ന മറ്റ് സാരികളുടെ കൂട്ടത്തിൽ കാറ്റഗറി പെടുത്തരുത്. അടുത്തതും ഇത്, അത് മുമ്പ് കാണിച്ചതിൻ്റെ ലൈൻസ് ആയിരുന്നെങ്കിൽ ഇപ്പൊ കാണിക്കുന്നതിൻ്റെ ഇതുണ്ടോ, മുന്താണിയിൽ ഇവിടെ ഇങ്ങനെ ഒരു ഗോൾഡൻ സെറി, സോറി സിൽവർ സെറി. എനിക്ക് ഗോൾഡൻ സിൽവറിക്കാണ്. സിൽവർ ബ്ലൗസ് ഇങ്ങനെ വരും. ഏറ്റവും ഉൾഭാഗത്ത് ഇങ്ങനെ മാത്രമേ ഉള്ളൂ തോന്നുന്നല്ലേ. പിന്നെ സംഭവം എന്നോട്ട് ഇത് കാണിച്ചോ. ബോഡിയെ ഫുള്ള് ഇത് ഇങ്ങനെ ഒരു സിൽവർ ഇത് വന്നിട്ട് ബൂട്ടാസ്, നിറച്ചുള്ള ബൂട്ടാസ്. ബനാറസിയുടെ ഒരു ഫീല് ചെയ്യും, പക്ഷെ ടസറാണ് ഐറ്റ്. നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാം. ബ്ലൗസ് പ്ലെയിൻ. ഇതാ ബ്ലൗസ് പ്ലെയിൻ. ഇതിന്റെ വേറെ ഉണ്ടോ? ഇല്ല. അടുത്തത് ഇത് കണ്ടോ, സിക്സ് ആഗ്. ഉണ്ടോ സിക്സ് ആഗ്? നല്ല രസമല്ലേ? വാടാമുല്ല കളറെ കൂടെ ആ ഒരു, ഞാൻ സത്യം പറയാം ഇടയ്ക്ക് പറയുന്ന കാര്യം മറന്നിട്ട് സാരിയുടെ ഭംഗി നോക്കിയിരിക്കുക. ശരിക്കും പറയാം കേട്ടോ, നല്ല അടിപൊളിയാണ്. നിങ്ങൾ ഇതിന് ഒരു സാരി ഫോളും കൂടെ ഒക്കെ അങ്ങോട്ട് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഞൊറിഞ്ഞ് ഉടുത്ത് ഒരു വെള്ള പേളുമാലയും കൂടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഫംഗ്ഷനൊക്കെ പോകും. ഒരു പ്രത്യേക ഒരു ലുക്ക്, വേറൊരു ലുക്കാണ്. നമ്മൾ അതിന്റെ ഗെറ്റപ്പ് ചെയ്യുമ്പോൾ വേറൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ എന്നെ ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ അതെങ്ങനെ നമ്മൾ പറയും. പിന്നെ മുന്താണി അല്ല സോറി ബ്ലൗസ് ഇതിന്റെ പ്ലെയിൻ. അടുത്തത് ഒരു നേവി ബ്ലൂ ടീൽ ബ്ലൂ മിക്സ് ആട്ടോ. പ്യുവർ നേവി ബ്ലൂ എന്നും പറയാൻ പറ്റത്തില്ല, പ്യുവർ ടീൽ ബ്ലൂ എന്ന് പറയാനും പറ്റത്തില്ല. ഇത് ഇങ്ങനെ ഒരു വർക്ക്, ഇതിൽ കൂടെ ചെറിയ അവിടെ ഒരു സീക്വൻസ് വർക്ക്, അല്ലാതെ ഒരു വൈറ്റ് വർക്ക്, ഇങ്ങനെ ബോഡി ഫുള്ള് കൊടുത്തിരിക്കുക. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. കണ്ടോ, ഫുൾ ഇങ്ങനെ തന്നെ. ബ്ലൗസ് പ്ലെയിൻ. എല്ലാം 999 റേറ്റ്. ഇന്ന് കാണിക്കുന്ന മൊത്തം 999 റേറ്റ് തന്നെയാണ് കാണിക്കുന്നത്. ഇന്നത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് ഒത്തിരി പലരും നമ്മൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, 4-5 എണ്ണമൊക്കെ ഒന്നിച്ച് 5 കൂടുതലൊക്കെ മേടിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ അപ്പം തന്നെ ക്യാഷ് ഇട്ടാൽ മാത്രമേ നമുക്ക് അത്ര എണ്ണമൊക്കെ ബുക്കിംഗ്, 5 എണ്ണം എടുത്ത് വലിയൊരു ഇതല്ലെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഹോൾഡ് ചെയ്യത്തില്ല കേട്ടോ. വേഗം തന്നെ ബുക്കിംഗ് എടുക്കണം. എന്നാന്ന് ചോദിച്ചാൽ എണ്ണം കുറവാന്ന് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോക്ക് കുറവാന്ന് പറഞ്ഞില്ലേ. ഇത് കണ്ടോ, ലാവണ്ടറിന്റെ മറ്റൊരു ഷെയ്ഡ്. ഇത്തേ കൂടെ പോയിരിക്കുന്ന ഒരു കോപ്പർ സെറിയാണേ. ഇത്തേ കൂടെ ലൈൻസ് ആയിട്ട് പോയിരിക്കുന്ന ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ബോഡിയെ കൂടെ ഇങ്ങനെ കുറുകയാണ് ആ ഒരു ലൈൻസ് പോയിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ആ സെറി നല്ലൊരു ഭംഗിക്ക് കൊടുത്തേക്കുന്നു. സാരിയുടെ ഭംഗിയല്ല എപ്പോഴും കൂടുതലും ഞാൻ പിന്നെ എനിക്കതോ പറയാനങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നാലും പറയാ, സാരിയുടെ ഭംഗിയല്ല, സ്റ്റഫിന്റെ ഭംഗിയാണ് ഭംഗി. ആ സ്റ്റഫിന് തരുന്ന, നമ്മുടെ ഫേസിന് തരുന്ന ഒരു
ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ ഐറ്റംസ് ഇടുമ്പോൾ ഒരു പ്രത്യേകത കിട്ടൂലോ, അതാണ്. എന്താ മറ്റൊരു ഫസ്റ്റ് കാണിച്ചതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് കയറിയിരുന്ന് പോയതാ. ഒരു ഒനിയൻ്റെ ഒരു ഷെയ്ഡ്, നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ്, പ്ലെയിൻ ആണ്, ബോഡി ഫുള്ള് പ്ലെയിൻ ആണ്. ഇതാണ് ഇതിന്റെ മുന്താണി, ഇങ്ങനെ വരും, ഇവിടെ ഒരു സിൽവർ സെറി വരും, ബോഡി ഇങ്ങനെ. ബോഡിയെ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഒരു ബോർഡറും കൂടെ ഉണ്ട്, ഒരു പിൻഡെക്സ് ബോർഡർ പോലത്തെ ഒരു ബോർഡറും കൂടെ ഉണ്ട്. ഇപ്പൊ നോർത്തിലായിരുന്നു, ഞാൻ ഇപ്പൊ അത് കാണുകയില്ലായിരുന്നു. കണ്ടോ, താഴ്ഭാഗത്ത് അങ്ങനെ ഒരു ബോർഡറാണ് വരുന്നത് ഇവിടെ. മറ്റേന് അങ്ങനെ ഉണ്ടായിരുന്നോ ആവോ, നോർത്ത് നോക്കിയില്ല. മറ്റേ അടുത്ത സാരി ഇത് കേട്ടോ. ഇത് കണ്ടോ, ഇത്തെ കൂടെ നല്ല സാരി ഒരു ഡബിൾ ഷെയ്ഡ് പോകുന്നുണ്ട്, നല്ലൊരു പേസ്റ്റൽ കളർ, ടോനിയന്റെ ഒരു നല്ലൊരു പേസ്റ്റൽ കളർ. ഇത്തെ കൂടെ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ത്രെഡാ പോയിരിക്കുന്നത്, ഇത് കണ്ടോ, ത്രെഡ് പോയിരിക്കും, ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇങ്ങനെ ത്രെഡ് പോയിട്ട് നല്ല ഭംഗിയുണ്ട് സാരി കാണാനായിട്ട്. ജൂട്ടസറിന്റെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫീല്. ഇത് കണ്ടോ, മുന്താണി വരുമ്പോ ഇങ്ങനെ, ഇത് ജൂട്ടസറാണ്. ഇങ്ങനെ ഇരിക്കും സാരി, നല്ലൊരു ലൈറ്റ് ഷെയ്ഡ്. ഇത് ഈ കളർ ടോൺ ഏതാണെങ്കിലും അവർക്ക് നല്ലതായിരിക്കും, ഏത് കളർ ടോണിലുള്ളവർക്കും നല്ല ഇടുപ്പുള്ള സാരി. ബ്ലൗസ് ഇതാണ് ബ്ലൗസ്. മുന്താണിയുടെ അതേ സെയിം, ജൂട്ടിന്റെ ബ്ലൗസ് ഇട്ട പോലെ ഇരിക്കും. ഓ, ഇതൊക്കെ അങ്ങ് സ്റ്റൈലായിട്ട് ഉടുത്തു കഴിഞ്ഞിട്ട് ഒരു ലൈറ്റ് പിങ്ക് കളറുള്ള പേളുമാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്നാ രസമാണെന്നറിയാവോ. എൻ്റെ കയ്യിലിരിപ്പുണ്ട് ലൈറ്റ് പിങ്ക് കളറുള്ള പേളുമാല, ഓൺലൈനിൽ കാണിക്കാനായിട്ട് കുറച്ച് ദിവസമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന, നടന്നിട്ടില്ല. ഈ സാരി പിന്നെയും വന്നല്ലോ. ഈ സാരി ഇപ്പൊ മുമ്പേ കാണിച്ചില്ലേ, ആദ്യം ഫസ്റ്റ് കാണിച്ച സാരി ഇല്ലേ, അതിന്റെ തന്നെ മറ്റൊരു കളർ. ഇതെല്ലാം ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ, ഒന്നുകൂടെ ഇല്ലേ. ഇതിപ്പോ മെറൂണും സിൽവറും. ബ്ലൗസ് വരുമ്പോ ഇങ്ങനെ. അടുത്തത് ഒരു ഗ്രേപ്പ് ഷെയ്ഡ്, ഇതും ജൂട്ടസറാണ്, സിൽവർ ബോർഡർ പോകുന്നു. ഇതിന്റെ ഒരെണ്ണം മുമ്പേ കാണിച്ചത് തോന്നുന്നു. ഇതിന്റെ മുന്താണിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സെൽഫ് ഡിസൈൻ ഉണ്ട്, ഇത് കണ്ടോ, പുഷ് നോക്കിയാലേ കാണത്തുള്ളൂ. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഈ ഡിസൈൻ പോലും പോയിരിക്കുന്നത് ഇത് വീവിങ് ആണ്, പ്രിന്റ് അല്ല. ഇതാണ് ബ്ലൗസ്. നല്ല സാരി കേട്ടോ, നല്ല സാരിയുടെ ഭംഗിയല്ല, ഞാൻ പിന്നെയും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. സാരി ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് സാരിക്കൊരു ചിലർക്കെങ്കിലും ഒരു വലിയ രസമൊന്നുമില്ല, ഒരു ഉടുത്ത് അങ്ങനെ ഇരിക്കും തോന്നുന്നു. ഉടുത്ത് നോക്കണം, എന്നാലേ ആ സ്റ്റഫിനാണ് വില മൊത്തം. കോപ്പർ ഡിസൈൻ, ഇതൊരു കോഫി കളറില് ഇങ്ങനെ ഒരു കോപ്പർ ബൂട്ടാസ് ആണ്, അതും വീവിങ് ആണ്. ഫുള്ള് ബോഡിയില് മുന്താണി വരുമ്പോ ഇങ്ങനെ വരും, ചെറിയൊരു സീക്വൻസ് വർക്ക്. സെയിം തന്നെ ബ്ലൗസ്. ടെസറിന്റെ ബ്ലൗസ് ഒന്നും മിസ്സാക്കരുത്. ടെസറിന്റെ ബ്ലൗസ് ഇട്ടാൽ തന്നെ അതിനൊരു ബ്ലൗസിന് പോലും ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊരു മെറ്റീരിയൽ ബ്ലൗസ് എടുത്തേ ഇടരുത്. എന്താ, ഈ സാരി ഞാൻ ഓർക്കുന്നുണ്ട്, ഈ സാരിയൊക്കെ എന്ത് ഡിമാൻഡായിരുന്നു കടയിലെന്നറിയോ. ഡിസ്പ്ലേ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആൾക്കാർ ഒത്തിരി ഇതിന്റെ ബ്ലാക്കും അങ്ങനെ പല കളറും ഒന്ന് ചോദിക്കായിരുന്നു. ഇങ്ങനത്തെ കൂടെ ഇങ്ങനെ ഒരു വർക്ക് പോയിരിക്കുക, മെറൂൺ കളറ്. മുന്താണി വന്നിട്ട് തേണ്ട ഇങ്ങനെ കണ്ടോ, ഇത് ബ്ലൗസ്. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞിട്ട് വളരെ ഒത്തിരി ആൾക്കാർ ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നവരുണ്ട്. അന്ന് കാണിച്ചിട്ട് പിന്നെ അത് കാണിച്ചില്ലല്ലോ, അങ്ങനത്തെ ഡിസ്കൗണ്ട് എന്നാ വരുന്നേന്ന് ചോദിച്ചൊക്കെ. ഇതിൽ ഇച്ചിരി റേറ്റ് കൂടിയതായിരുന്നു അന്ന്, 999 അല്ല 16 അങ്ങനെയൊക്കെയുള്ള റേറ്റിലാണ് ടെസറിന്റെ സാരീസ് കൊടുത്തത്. 999 കൊടുത്തിട്ടുണ്ടോ ഞാൻ ഓർക്കുന്നില്ല. വേണ്ടവർ വേഗം തന്നെ വാങ്ങിച്ചോളുക. അപ്പൊ എന്താ, റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഡിസ്കൗണ്ട് ഐറ്റംസിനില്ല. ഇതെല്ലാം 1699 സാരീസ് ആണ് 1999 റേറ്റിന് ഇപ്പൊ തരുന്നത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.